അതൊക്കെ വിമർശനങ്ങളാ ആ സമയമല്ലേ. അതൊരു ഞാൻ ഇതെല്ലാം എന്റെ തോളത്ത് ഏറ്റി നടക്കുന്ന ഒരാളല്ല. ഒരു സൈഡിലോട്ട് ഒതുങ്ങി ചേട്ടാ, ഒന്ന് പോട്ടെ, നമുക്ക് അങ്ങോട്ട് നിങ്ങളുണ്ടല്ലോ. അതൊക്കെ വിമർശനങ്ങളാ ആ സമയമല്ലേ. അതൊരു ഞാൻ ഇതെല്ലാം എന്റെ തോളത്ത് ഏറ്റി നടക്കുന്ന ഒരാളല്ല. അത് ആ സമയം കഴിഞ്ഞു. അതിന്റെ എല്ലാത്തിനും അതിന്റേതായ ഒരു സമയമില്ലേ ദാസാണ്. ഇപ്പൊ അതൊക്കെ മറക്കും. ഇപ്പൊ ഈ പ്രസന്റിൽ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ സമയമാണ്. അപ്പൊ ആ പുറകിലേക്ക് എന്തിനാ ചിന്തിക്കുന്നത്? നമ്മൾ മുന്നോട്ട് ചിന്തിക്കും. മുന്നോട്ടും ചിന്തിക്കണ്ട, ഈ പ്രസന്റിൽ ചിന്തിക്കാം. അതാണ് പറയുന്നത്. ഞാൻ ഈ നിമിഷത്തെ കുറിച്ച് ഞാൻ ആലോചിക്കും. ഈ നിമിഷം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാതെ പുറകിലേക്ക് നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത്? അതൊരു എല്ലാം കഴിഞ്ഞു പോയ കാര്യമാണ്. നാളെ കുറിച്ചും ചിന്തിക്കാൻ പാടില്ല. പക്ഷെ നാളെ കുറിച്ച് ചിന്തിക്കണം. നാളെ എത്ര മണിക്കാണ് എന്റെ ഫ്ലൈറ്റ്? നാളെ ഞങ്ങൾ ദൃശ്യം 3 തുടങ്ങുന്ന ദിവസമായിരുന്നു. നാളെ നിങ്ങൾ രാവിലെ തുടങ്ങും. അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് പോകണം. എന്ത് ഡ്രസ് ചെയ്യണം, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ 23rd ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് മൊമെന്റ് അല്ലേ. അവിടെ ആ ഡയസിൽ പോയിട്ട് ഞാൻ മുമ്പേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഏതാണ്ട് 5 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 5 പ്രാവശ്യത്തോളം, 5ൽ കൂടുതൽ 7-8 പ്രാവശ്യം ടൈ വന്ന് പോയിട്ടുണ്ട്. അപ്പൊ ആ സ്ഥലവും പരിസരവും ഒക്കെ എനിക്കറിയാം. എന്നാലും അവിടെ പോയി അത് വാങ്ങിക്കും. എന്റെ കുടുംബമൊക്കെ ആയിട്ട് പോയി വാങ്ങിക്കുകയും എന്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പോയി വാങ്ങിക്കുകയും അത് എത്രയോ ആൾക്കാർ കാണുകയും അതൊക്കെ ചെയ്യുന്നൊരു മൊമെന്റ് എന്ന് പറയുന്നത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുന്നത് ഒരു സന്തോഷത്തിന്റെ സമയം. ഇല്ലല്ലോ, സിനിമയ്ക്ക് ഒരുപാട് ഓപ്പണിംഗ് ആണല്ലോ ഇപ്പം. ടെക്നോളജി മാറി. പഴയ സിനിമ പോലെ അല്ലല്ലോ. ഇപ്പം മലയാള സിനിമ എന്ന് പറയുന്ന എല്ലാ ഭാഷയിലും ഡബ് ചെയ്ത് വരുന്ന സിനിമയാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തേക്കുള്ള ഇപ്പൊ ഒരു സിനിമ വേണമെങ്കിൽ 200 ഭാഷയിൽ ഡബ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. അപ്പം ആ ഒരു ഗേറ്റ് ക്രാഷ് ആയിരുന്നു ഒരു പീരിയഡ്. അതൊക്കെ മാറി ഇപ്പം സിനിമ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വന്നു. ഇപ്പൊ മലയാള സിനിമ, തമിഴ് സിനിമ എന്നില്ല, സിനിമ എന്നൊരു ലാംഗ്വേജിലേക്ക് അത് മാറി. അതുകൊണ്ട് അത്തരം പരിമിതികൾ മലയാള സിനിമയ്ക്കില്ല. പക്ഷെ നമ്മുടെ കോണ്ടന്റ് വൈസ് ഒക്കെ വളരെ ശക്തമായ പ്രമേയങ്ങളുള്ളൊരു സിനിമ ഇൻഡസ്ട്രി ഈശ്വരൻ തന്നെയാണ്. അപ്പൊ അതിൽ നമ്മള് എങ്ങനെയാണ് ഈശ്വരനെ കാണുന്ന ഒരു പ്രാർത്ഥന പോലെയാണ്. അപ്പൊ അതിന്റെ ഒരു ഫലമായിട്ട് ഞാൻ അതിനെ കാണും. അപ്പൊ അതുകൊണ്ടാണ് ഈശ്വരൻ അവാർഡ് എന്ന് പറഞ്ഞത്. ഈ 2025 കുറച്ചുകൂടെ സ്പെഷ്യൽ ആവാറുണ്ട് സിനിമകൾ. എല്ലാ വർഷവും നല്ലതാണ്. 2025 ഒരു വർഷമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇതിനു മുമ്പ് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളും ഒരുപാട് നല്ല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്രയും വർഷത്തെ ഒരു യാത്രയില് ഈ നിമിഷം, ഈ അവാർഡ് എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ്. ഇങ്ങനൊരു ഗ്യാതറിങ്ങിനെ സഹായിച്ച എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. വളരെ സിനിമാ രംഗത്തെ ഏറ്റവും വലിയൊരു അവാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 48 വർഷത്തെ എന്റെ സിനിമാ ജീവിതത്തില് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ആദ്യം ഇതിന്റെ ജൂറിയോടും ഇന്ത്യൻ ഗവൺമെന്റിനോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. എന്നെ ഞാനാക്കി മാറ്റിയ മലയാള സിനിമ, അതിൽ പ്രവർത്തിച്ചിരുന്നവർ, എന്നോടൊപ്പം പ്രവർത്തിക്കുന്നവർ, ഇനി പ്രവർത്തിക്കാൻ പോകുന്നവർ, അവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് മഹാരഥന്മാർ നടന്ന് പോയ ഒരു വഴിയിലൂടെയാണ് ഞാനും സഞ്ചരിക്കുന്നത്. ഇത് വളരെ പ്രസ്റ്റീജിയസ് അവാർഡ് കൂടെ. ഇതിനു മുമ്പ് കിട്ടിയിരിക്കുന്നതൊക്കെ വലിയ മഹാരഥന്മാർക്കാണ്. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള നന്ദി ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഈശ്വരനോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ പ്രേക്ഷകരോടും എന്നെ
ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ ഷെയർ ചെയ്യുന്നു.